കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടി ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന്, CPM-ന് ഇതെന്തു പറ്റി? ഈ ചോദ്യം ഉന്നയിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രധാനമായും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടം മുതൽ ഇന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയുമുള്ള നിരവധി അഴിമതി അക്രമ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ CPM-ന് പങ്കുണ്ട് എന്ന് പറയുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് സ്റ്റാഫിന് ബന്ധമുണ്ട് എന്ന CPM-ന്റെ പിൻബലത്തിൽ വിജയിച്ചു വന്ന നിലമ്പൂർ MLA PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തെ, പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഒരു പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് തൊട്ടു പിന്നാലെ PV അൻവർ വീണ്ടും എത്തി ഒരു പത്രസമ്മേളനം നൽകുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിഷയമാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെയും ബാധിക്കുന്ന ഏറ്റവും രൂക്ഷമായ പല ആരോപണങ്ങളും PV അൻവർ ഉന്നയിക്കുമ്പോൾ അതിൽ എന്തു നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. ഇതേ വിഷയം തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് VD സതീശനും ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. പിന്നെ ഒരു ഭരണകക്ഷി MLA-ക്ക് മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ എത്ര പത്രസമ്മേളനം നടത്തണം? 10-20 പത്രസമ്മേളനമായി ഭരണകക്ഷി MLA മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ വേണ്ടി നടത്തുന്നു. മുഖ്യമന്ത്രിയോ അതിന് പകരം പത്രസമ്മേളനം നടത്തി ആ MLA-ക്ക് മറുപടി പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ CPM-ൽ സംഭവിക്കുന്നത്? കള്ളക്കടത്ത് വിഹിതം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കിട്ടിയെന്ന് ആരോപണം ഉന്നയിക്കുന്നത് CPM പിന്തുണയോടുകൂടി ജയിച്ച MLA ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വിഹിതം കിട്ടി എന്ന് ആരോപിച്ചിരിക്കുന്നത് CPM പിന്തുണയോടുകൂടി വിജയിച്ചു വന്ന MLA ആണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ പറഞ്ഞതുപോലെ ഈ ഭരണകക്ഷി MLA-യെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിൽ നടക്കുന്ന നീക്കത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. ഞങ്ങൾക്കെതിരെയല്ല പറഞ്ഞത്, പ്രതിപക്ഷത്തിനെതിരെയല്ല, പാർട്ടിക്കകത്താണ് ഇത് നടക്കുന്നത്. ഈ പാർട്ടിയുടെ പണ്ടും CPM-ൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അത് പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഭിന്നതകളെന്ന്. ഒരാശയപരമായ ഭിന്നതയെ CPM-ൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരിക്കേണ്ടത് ഇതുപോലത്തെ തന്നെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ എന്തിൻ്റെ പേരിലുള്ള ഭിന്നതയാണ് CPM-ൽ നടക്കുന്നത്? ഒരു പാർട്ടി എത്രമാത്രം ജീർണതയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആ പാർട്ടിയിൽ നടക്കുന്ന ആരോപണങ്ങൾ. സ്ഥലം ഉണ്ടാക്കിയത്, പണം മേടിച്ചത്, കെട്ടിടം കെട്ടിയത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു സംഘം പാർട്ടി MLA അല്ലാത്ത ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ് എന്നാണ് ഔദ്യോഗികമായ വിഭാഗം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഭരണകക്ഷി MLA-ക്ക് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നത് പത്രസമ്മേളനം നടത്തിയിട്ടാണ്. അതിൽ വീണ്ടും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി, അതായത് ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, ഒരു കാരണവശാലും ഞാൻ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക. അത് പിന്നെയും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ് CPM-ൽ നടക്കുന്നത്? CPM ഇത്രമാത്രം ഒരു ജീർണത ബാധിച്ചൊരു പാർട്ടിയായി അതിൻ്റെ ചരിത്രത്തിൽ മാറിയിട്ടില്ല. അപകടകരമായ രീതിയിലേക്ക് അത് പോവുകയാണ്. BJP-യുമായിട്ടുള്ള ബാന്ധവം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൃത്യമായ അന്വേഷണം വേണം. ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയണ തരത്തിലേക്കുള്ള ഒരു പ്രവണതയും ശരിയല്ല. ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഇതിനോട് എതിർക്കുമെന്ന തരത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണവും.